പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘം വീണ്ടും ഇസ്ലാമാബാദിലേക്ക് ഒമാൻ പര്യടനം പൂർത്തീകരിച്ച് ഇന്ന് തന്നെ ഇറാൻ സംഘം തുടർ ചർച്ചയ്ക്കായി പാകിസ്ഥാനിൽ എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി. ഇറാൻ പുതുതായി ചില നിർദ്ദേശം സമർപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. യുദ്ധം പുനരാരംഭിക്കുന്നതിന് പകരം ഡിപ്ലോമസി തന്നെയാണ് ലക്ഷ്യമെന്നും ട്രംപ് അറിയിച്ചു. US സംഘത്തിന്റെ പ്രഖ്യാപിത ഇസ്ലാമാബാദ് യാത്ര ഇന്നലെ റദ്ദാക്കിയത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതേസമയം ആക്രമിച്ചാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടൽ തെറ്റിക്കുമാറുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് IRGC താക്കീത് നൽകി. MCA നാസറും BK സുഹൈലും തുടരുന്നുണ്ട്. വിവരങ്ങൾക്കായി നാസറിലേക്ക് ആദ്യം. നാസർ, അപ്പോൾ ഈ ഒരു ഇറാൻ സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തുമ്പോൾ അത് പ്രതീക്ഷകൾക്ക് ചിറക് മുളയ്ക്കുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് US കൂടുതൽ ചർച്ചകൾക്കായി എത്തുമോ, അല്ലെങ്കിൽ US ഏത് തരത്തിൽ അതിനകത്ത് ഇൻവോൾവ് ആവുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ സമർപ്പിക്കുമ്പോൾ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളായിരിക്കും ഇനി നടക്കുക. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്ന പുതിയ നീക്കങ്ങൾ ഉണ്ടാകും? ജിൽസി, എന്തായാലും പ്രതീക്ഷാ നിർഭരം തന്നെയാണ് കാര്യങ്ങൾ. കാരണം അമേരിക്കൻ സംഘം, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ജറദ് കുഷ്നർ, ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൌസ് ഉപദേശകനുമാണ്. ഈ രണ്ടുപേരും ഉൾപ്പെടുന്ന സംഘമായിരുന്നു ഇന്നലെ ഇസ്ലാമാബാദിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷേ പൊടുന്നനെയാണ് അവരുടെ യാത്ര താൻ റദ്ദാക്കുകയാണെന്നും ഇത്രയും 18 മണിക്കൂർ അവർ യാത്ര ചെയ്തുകൊണ്ട് ഇസ്ലാമാബാദിൽ എത്തേണ്ട ഒരു അടിയന്തര കാര്യമൊന്നുമില്ല, ഫോണിലൂടെ മാത്രം കാര്യങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ തുടർ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഒരു സൂചനയൊക്കെ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല, യുദ്ധം പുനരാരംഭിക്കാനുള്ള ഒരു നീക്കം പോലും തനിക്കില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില നല്ല നീക്കങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു സാവകാശം താൻ വീണ്ടും അനുവദിക്കുകയാണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണം പിന്നീട് ട്രംപ് നടത്തുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇപ്പോൾ ഒമാൻ പര്യടനത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇന്ന് വൈകിട്ട് തന്നെ ഇസ്ലാമാബാദിൽ എത്തുമെന്ന് ഔദ്യോഗികമായി തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ആ വരവിന്റെ ഉദ്ദേശം ഒരുപക്ഷെ മെനയാന്ന് സമാപിച്ചിരിക്കുന്ന ചർച്ചകളുടെ തുടർച്ച എന്നതിലേക്ക് കുറെ കൂടി കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്. കാരണം ഇസ്ലാമാബാദിലെ ചർച്ച പൂർത്തീകരിച്ച് ഇറാൻ സംഘത്തിലെ ഒരു വിഭാഗം നേരെ തെഹ്റാനിലേക്കാണ് മടങ്ങിയത്. തെഹ്റാനിലെ പരമോന്നത ആത്മീയ നേതാവ് ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് ചില പ്രതികരണങ്ങൾ കൂടി, കൂടുതൽ വ്യക്തത വരുത്തുന്ന ചില നിർദ്ദേശങ്ങൾ കൂടി പാകിസ്ഥാന് മുമ്പാകെ ഇന്ന് സമർപ്പിക്കും. ആ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളോട് അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ ലോകം പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത്. എന്തായാലും രാത്രിയോടുകൂടി ആ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെടുന്നതിന് പിന്നാലെ മാത്രമായിരിക്കും പുതുതായിട്ട് അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തുമോ, തുടർ ചർച്ചകൾ നടക്കുമോ, ഒരു കരാറിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കുള്ള തൃപ്തികരമായിട്ടുള്ള ഉത്തരം ലഭിക്കുക. എന്തായാലും സംഘർഷം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ നയതന്ത്ര നീക്കങ്ങളിൽ ലോകത്തിന് വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളതും. ജിൽസി, ശരി. MC നാസറാണ് വിവരങ്ങൾ